പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥി ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ നിയമോപദേശം തേടുന്നു പോലീസ്. കേസിൽ അധ്യാപകരെ പ്രതി ചേർക്കുന്നതിൽ അവ്യക്തത തുടർന്നാണ് നീക്കം. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, ഈ അതിലെ കയ്യക്ഷരം എന്താണ് ഈ പറഞ്ഞ മാനിപ്പുലേറ്റ് ചെയ്തതാണോ, അത് ആശിർ നന്ദയുടെ കയ്യക്ഷരം തന്നെയാണോ എന്നൊക്കെ ഒരു സംശയം ആദ്യഘട്ടത്തിൽ ഏതോ കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നു. അത് ആശിർ നന്ദ എഴുതിയ കത്ത് തന്നെയാണ് എന്തെങ്കിലും സ്ഥിരീകരിക്കുന്നില്ലേ പോലീസ്? ശ്രീത്ത്. തീർച്ചയായും ഹാഷ്മി, അത്തരത്തിൽ ആശിർ നന്ദ എഴുതിയ കത്താണ് എന്ന് പോലീസ് ഏതാണ്ട് 100% തന്നെ ഉറപ്പിക്കുന്നുണ്ട്. ആശിർ നന്ദയുടെ കയ്യക്ഷരമാണെന്ന് പോലീസിന്റെ പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. ഇത് മറ്റൊരു കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ് ആദ്യഘട്ടത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നത്. രണ്ടാമത് ആശിർ നന്ദയുടെ കയ്യക്ഷരമാണോ എന്ന സംശയം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആശിർ നന്ദയുടെ കയ്യക്ഷരം തന്നെയാണെന്ന് പോലീസ് ഇപ്പോൾ ഏതാണ്ട് 100% ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതല്ല അതിലെ പ്രശ്നം. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള അധ്യാപകരെ കുറിച്ച് ഇവരാണ് ഈ മരണത്തിന് കാരണമെന്ന് നേരിട്ട് ആശിർ നന്ദ ഈ കത്തിൽ പറയുന്നില്ല എന്നാണ് പോലീസിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതായത് കുറച്ച് അധ്യാപകരുടെ പേരെഴുതി ഇവരെ എനിക്ക് കൊല്ലണം എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. ഇവരാണ് കാരണക്കാരെന്ന് പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുന്നു എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊരു അവ്യക്തതയുണ്ട്. അപ്പോൾ കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്താൽ മാത്രമേ ഇത് നിൽക്കൂ എന്ന് ബോധ്യം പോലീസിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമോപദേശത്തിന് കഴിഞ്ഞ ദിവസം പോലീസ് അഭിഭാഷകരെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം, ഇതിൽ 3-4 അധ്യാപകരുടെ പേരുകൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യാപകർക്കെതിരെ കേസെടുക്കണം. അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കോ അല്ലെങ്കിൽ മനഃപൂർവ്വമായ നരഹത്യക്കോ എന്ന കാര്യമൊക്കെ ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പേരുകളുള്ള അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യം വലിയൊരു വിഭാഗം ഇപ്പോൾ തന്നെ ഉയർത്തിക്കഴിഞ്ഞു. മാതാപിതാക്കളുടെയും ആവശ്യം അതുതന്നെയാണ്. എന്തായാലും ആശിർ നന്ദയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ കയ്യക്ഷരത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കൃത്യമായ രീതിയിൽ ആശിർ നന്ദയുടേതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മരണത്തിന് ഉത്തരവാദികൾ ഈ അധ്യാപകരാണ് എന്ന് പറയാത്തതാണ് പ്രശ്നം. ഒരു 9ാം ക്ലാസ്സുകാരിയാണ്. അവൾ അവസാനമായി കൂട്ടുകാരിക്ക് എഴുതിയ കുറിപ്പാണ്. സ്വാഭാവികമായി അതിലെ സാങ്കേതികത്വം ഒരു പ്രശ്നമാകുമോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് നാളെയോ മറ്റന്നാളോ നിയമോപദേശം ലഭിക്കും. അതിനുശേഷം തുടർ നടപടി എന്നാണ് പറയുന്നത്. എന്തായാലും CA ഹബീബുള്ള ഈ കേസ് അന്വേഷിക്കില്ല. അദ്ദേഹത്തെ സൈബർ ക്രൈമിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 ദിവസം മുൻപാണ് അത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഹബീബുള്ളക്കെതിരെ കോൺഗ്രസ് വലിയ പ്രതിഷേധം KSU ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ്, എത്രയോ മുൻപ് തന്നെ ഹബീബുള്ളയെ സ്ഥലം മാറ്റി ഉത്തരവ് ഇറക്കിയിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, മറ്റു പല കാര്യങ്ങളിലും ആരോപണ വിധേയനാണ് അദ്ദേഹം എന്നാണ് പോലീസിനെ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്തായാലും ഈ നിയമോപദേശം ലഭിച്ചാൽ ഉടൻ തന്നെ തുടർ നടപടി എന്നാണ്. ആശിർ നന്ദയുടെ ആത്മഹത്യയിലാണ് നിയമോപദേശം. ഈ പറയുന്ന ഈ കത്തിൽ പേര് പറയുന്ന അധ്യാപകരെ പ്രതി ചേർക്കുന്നതിൽ എന്തൊക്കെയോ അവ്യക്തത ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ അവ്യക്തതയുടെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ കുട്ടി നേരിട്ടതും വലിയ മെന്റൽ ടോർച്ചറാണ്. അക്കാര്യത്തിൽ ആ കത്തിൽ നടക്കുമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമാവുന്നതുകൊണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ വ്യക്തത വരട്ടെ, പോലീസിന് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകട്ടെ.